ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയരെ, തുറന്ന മനസ്സോടെ നമുക്ക് ദൈവവചനത്തിൻ്റെ മുൻപിലേക്ക് കാതോർക്കാം. ഈ ഒരു ക്രിസ്മസ് കാലയളവ് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ വലിയൊരു അനുഭവം സൃഷ്ടിക്കപ്പെടുന്ന തലത്തിലേക്ക് മാറ്റപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളേവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ജനന പെരുന്നാളിൻ്റെ എല്ലാ അനുഗ്രഹീതമായ ആശംസകളും പ്രാർത്ഥനകളും ഈ സമയം നിങ്ങൾക്ക് നേരുന്നു. തുറന്ന മനസ്സോടെ ഈ ക്രിസ്മസിൻ്റെ സന്ദേശത്തെ നമുക്ക് ശ്രവിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ വർഷത്തെ ക്രിസ്മസ് സന്ദേശത്തിൽ നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കാൻ പോകുക വെളിച്ചത്തെക്കുറിച്ചാണ്. തീർച്ചയായിട്ടും യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം എന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് വെളിച്ചം പകരുന്ന അനുഭവമാണല്ലോ. നമ്മുടെ ഹൃദയങ്ങൾക്ക് വെളിച്ചമുണ്ടാകുവാൻ, വെളിച്ചത്തിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകുവാൻ നമ്മുടെ ഈ വർഷത്തെ ക്രിസ്തുമസ് ആഘോഷങ്ങളിലൂടെ, ക്രിസ്മസ് ധ്യാനത്തിലൂടെ മുഖാന്തരമാകട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. വെളിച്ചമെന്ന പദം നമുക്കെല്ലാവർക്കും വളരെ അറിയാവുന്ന ഒരു പദമാണ്. വെളിച്ചം എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് സൂര്യനും ചന്ദ്രനും ഒക്കെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഭവനങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബൾബുകളും ലൈറ്റുകളും എല്ലാം വെളിച്ചത്തിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്മസ് കാലയളവ് ഏറെ ദീപാലങ്കാരങ്ങളുടെ ഒരു കാലയളവ് കൂടെ ആകയാൽ നാം ഈ ക്രിസ്മസ് കാലയളവിൽ വെളിച്ചം ഒരുപാട് പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട വെളിച്ചമെന്ന് പറയുന്നത് എന്താണ്, എങ്ങനെയാണ്? ക്രിസ്മസിൽ പങ്കുവയ്ക്കപ്പെടുന്ന വെളിച്ചത്തിൻ്റെ സന്ദേശം എന്താണ് എന്നുള്ളതെല്ലാം നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ഒന്ന് ശ്രദ്ധിക്കാം. ഞാൻ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ്, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയിലേക്ക്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ വാക്യങ്ങളിൽ വെളിച്ചത്തെക്കുറിച്ചുള്ള പരാമർശം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെയും 4-ാമത്തെയും 5-ാമത്തെയും തിരുവചനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരട്ടെ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 3, 4, 5 തിരുവചനങ്ങൾ വായിക്കാം. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർതിരിച്ചു. ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രിയെന്നും പേരിട്ടു. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയിൽ ദൈവം വെളിച്ചത്തെ ഈ 1-ാം ദിവസം നടത്തുന്ന സൃഷ്ടിപ്പിനെ കുറിച്ചാണ് നമ്മളിവിടെ കാണുന്നത്. 1-ാം ദിവസത്തിൻ്റെ സൃഷ്ടിപ്പായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുക വെളിച്ചത്തെയാണ്. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞു, വെളിച്ചമുണ്ടായി. എന്നിട്ട് ഇരുളിനെയും വെളിച്ചത്തെയും തമ്മിൽ വേർതിരിച്ചു. വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു. അപ്പോൾ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാകും, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ വാക്യങ്ങളൊക്കെ മിക്കവാറും എല്ലാവരും വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഈ വെളിച്ചം ഏത് വെളിച്ചത്തെയാണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ നാം വായിച്ചു കേട്ട ഈ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെ നാം വായിച്ചു കേട്ട ആ ഇടത്ത്, ആ വചനത്തിൽ പറയുന്ന വെളിച്ചം യഥാർത്ഥത്തിൽ എന്താണ്, അല്ലെങ്കിൽ ആരാണ്? ഞാൻ ഇത് പലരോടും ചോദിച്ചിട്ടുണ്ട് ഈ വിഷയത്തെക്കുറിച്ച്. അപ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുള്ള മറുപടി ഇതാണ്, അത് സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചതിൻ്റെ ഒരു വചനമാണ്. അപ്പോൾ ദൈവം പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയിൽ ആദ്യ ദിവസം, 1-ാം ദിവസം തന്നെ ദൈവം സൂര്യചന്ദ്ര നക്ഷത്രാദികളെ സൃഷ്ടിച്ചിരിക്കുന്നു. പലരും അങ്ങനെയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഇത് എന്താണ് ഈ സൃഷ്ടി എന്നുള്ളതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ, അല്ലെങ്കിൽ 1-ാം ദിവസത്തെ സൃഷ്ടി ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. സൂര്യചന്ദ്ര നക്ഷത്രാദികൾ, നമ്മൾ ഈ കാണുന്ന വെളിച്ചം, ചുറ്റുമുള്ള പ്രകാശം, അതിനെ ദൈവം സൃഷ്ടിച്ചു. എന്നാൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകം ഈ 1-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ശ്രദ്ധിക്കാം.
അവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? രാവും പകലും തമ്മിൽ വേർപിരിവാൻ ആകാശവിതാനങ്ങളിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ. അവ അടയാളങ്ങളായും കാലം, ദിവസം, സംവത്സരം എന്നിവ തിരിച്ചറിയുവാനായിട്ടും ഉതകട്ടെ. ഭൂമിയെ പ്രകാശിപ്പിക്കുവാൻ ആകാശവിതാനങ്ങളിൽ അവ വെളിച്ചങ്ങൾ ആയിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. കേട്ടോളണം. പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവുമായി 2 വലിയ വെളിച്ചങ്ങളെ ദൈവം ഉണ്ടാക്കി. നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി. ഈ 16-ാമത്തെ വാക്യത്തിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്. ഇവിടെ സൃഷ്ടിക്കപ്പെട്ട ഈ വെളിച്ചം, പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചം, രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചം, ഇത് എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത്? ഇത് സൂര്യ, ചന്ദ്ര, നക്ഷത്രാദികളുടെ സൃഷ്ടിയാണ്. അത് കഴിഞ്ഞ് നക്ഷത്രത്തെ സൃഷ്ടിച്ചത് കൃത്യമായി തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്, നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു എന്ന്. എന്നിട്ട് അതിൻ്റെ 18-ാം വാക്യത്തിൻ്റെ അവസാനത്തെ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: സന്ധ്യയായി ഉഷസ്സുമായി 4-ാം ദിവസം. അപ്പോൾ 4-ാം ദിവസമാണ് വാസ്തവത്തിൽ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചത്. നമ്മൾ 1-ാം അധ്യായത്തിൻ്റെ 3, 4, 5 വാക്യങ്ങളിൽ കണ്ട വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു, വെളിച്ചമുണ്ടായി എന്ന് പറയുന്ന വചനം സൂര്യ, ചന്ദ്ര, നക്ഷത്രാദികളുടെ സൃഷ്ടി അല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. 4-ാം ദിവസത്തെ സൃഷ്ടിയാണ് സൂര്യ, ചന്ദ്ര, നക്ഷത്രാദികളുടെ സൃഷ്ടി. അപ്പോൾ പിന്നെ ഈ 1-ാം ദിവസം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞത് വാസ്തവത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് നമ്മൾ ശ്രദ്ധിക്കണം. അത് സൂര്യനെയും ചന്ദ്രനെയും അല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. 4-ാം ദിവസമാണ് സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ 1-ാം ദിവസം കാണപ്പെടുന്ന വെളിച്ചം ഏതാണ്? അതിൻ്റെ മറുപടിയിലേക്ക് ഞാൻ കടന്നു പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. 1-ാം ദിവസം ദൈവം പറയുന്ന വാക്കിതാണ്: വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, വെളിച്ചം ഉണ്ടായി. അതിൻ്റെ മലയാളം പരിഭാഷയിലെ പ്രയോഗം കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നിയേക്കാം, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, വെളിച്ചം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ദൈവം സൃഷ്ടിച്ചതാണ്, ഉണ്ടാക്കിയതാണ് എന്ന്. വെളിച്ചം എന്ന് പറയുന്നത് ദൈവം സൃഷ്ടിച്ചതാണെന്നുള്ളൊരു ഫീലിംഗ് അതിൻ്റെ മലയാള വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് പ്രഥമ ദൃഷ്ടിയാ തോന്നും. പക്ഷേ ഇംഗ്ലീഷിൽ അത് അല്പം വ്യത്യസ്തമാണ്. മലയാളത്തിൽ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ലെറ്റ് ദെയർ ബി ലൈറ്റ് ആൻഡ് ദെയർ വാസ് ലൈറ്റ് എന്നാണ്. അതിനകത്ത് ഈ അതിൻ്റെ കൃത്യമായ മലയാള പരിഭാഷയല്ല വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറയുന്ന വാക്ക്. ലെറ്റ് ദെയർ ബി ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അവിടെ വെളിച്ചത്തെ ഉണ്ടാക്കിയതല്ല, അത് വെളിച്ചത്തെ ഉണ്ടാക്കിയതല്ല. ലെറ്റ് ദെയർ ബി ലൈറ്റ് എന്ന് പറഞ്ഞാൽ വെളിച്ചം ഒരു പ്രത്യേക പൊസിഷനിലേക്ക്, കേന്ദ്രത്തിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടട്ടെ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ലെറ്റ് ദെയർ ബി ലൈറ്റ്, ആ സ്ഥലത്ത് വെളിച്ചം ഉണ്ടാകട്ടെ. ഇപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ ടെലിവിഷൻ പ്രോഗ്രാം ഇവിടെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ കാണുന്നു. ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്നില്ല എങ്കിലും സ്വാഭാവികമായിട്ടും ഞാൻ ഇരിക്കുന്നതിൻ്റെ അരികിലൊക്കെ വെളിച്ചം വെച്ചിട്ടുണ്ട്. എന്തിനാണ്? അത് ഈ ഭാഗത്തെ ഇരുട്ടുമാറാനും വളരെ ക്ലിയറായിട്ട് എന്നെ നിങ്ങൾ കാണുന്നതിനും വേണ്ടിയിട്ടാണ് ആ വെളിച്ചം വെച്ചിട്ടുള്ളത്. നിങ്ങൾ കാണുന്നില്ല, പക്ഷേ ഇവിടെ അരികിൽ ലൈറ്റൊക്കെ ചെറുതായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ റെക്കോർഡിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യുന്നൊരു കാര്യം ഇതാണ്: എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയതിന് ശേഷം ലൈറ്റൊക്കെ ഒന്ന് പൊസിഷൻ ചെയ്യും. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് ലൈറ്റ് പൊസിഷൻ ചെയ്യുമ്പോൾ അത് കറക്റ്റ് ഫേസിലേക്ക് എവിടത്തോട്ടൊക്കെയാണ് വരേണ്ടത്, ഫേസിലൊക്കെ കറക്റ്റ് ആകുന്നുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്തൊന്ന് പൊസിഷൻ ചെയ്ത് നിൽക്കും. ഇനി വേറൊരാളാണ് ഇവിടെ പ്രസംഗിക്കാനിരിക്കുന്നതെങ്കിൽ അത് ആ വ്യക്തിയുടെ ശരീരഭാഷയ്ക്കനുസരിച്ചും ഹൈറ്റിനനുസരിച്ചും ഒക്കെ ആ വെളിച്ചം ഒന്ന് പൊസിഷൻ ചെയ്ത് വയ്ക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ വെളിച്ചം കൃത്യമായിട്ട് എൻ്റെ ഫേസിലേക്കും എൻ്റെ ആ ഒരു പ്രസൻറ്റേഷനിലേക്കും എത്തും. അപ്പോൾ നിങ്ങളിലേക്ക് അത് കൃത്യമായി ക്യാമറ ക്യാപ്ചർ ചെയ്യാനായിട്ടിടയും. അപ്പോൾ അതൊരു പൊസിഷനിങ് ഓഫ് ലൈറ്റാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വെളിച്ചത്തെ സൃഷ്ടിക്കുകയല്ല, ഇവിടെ ഉള്ള ഒരു വെളിച്ചത്തെ
അതൊന്ന് പൊസിഷൻ ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? ഈ പോയിന്റിലേക്ക്, ഈ വസ്തുവിലേക്ക് അല്ലെങ്കിൽ ഈ വ്യക്തിയിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടുകയാണ് എന്ന് പറയുന്നത് പോലത്തെ ഒരു പ്രവൃത്തിയാണ് വാസ്തവത്തിൽ ഈ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങൾ നടക്കുന്നത്. വെളിച്ചത്തിൻ്റെ ഒരു പൊസിഷനിങ് ആണ്. എന്താണ്? ലെറ്റ് ദെയർ ബി ലൈറ്റ് ആൻഡ് ദെയർ വാസ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ വെളിച്ചത്തെ ചില പോയിന്റിലേക്ക്, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയിലേക്ക് വെളിച്ചത്തെ ഒന്ന് കൊണ്ടുവരികയാണ്. അവിടെ വെളിച്ചത്തെ സൃഷ്ടിക്കുകയല്ല, മറിച്ച് ഉള്ള വെളിച്ചത്തെ പോയിന്റ് ചെയ്യിക്കുകയാണ്. ഇന്ന ഭാഗത്തേക്ക് ആ വെളിച്ചത്തെ പോയിന്റ് ചെയ്യിപ്പിക്കുകയാണ്. ഭൂമിയിലേക്ക് ആ വെളിച്ചത്തെ ഫോക്കസ് ചെയ്യിപ്പിക്കുകയാണ്. അതാണ് വാസ്തവത്തിൽ അവിടെ സംഭവിക്കുന്നത്. സൃഷ്ടിയല്ല നടക്കുന്നത്, മറിച്ച് അതൊരു പോയിന്റിംഗ് ആണ്, ഫോക്കസിങ് ആണ്. അതാണ് നടക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. ലെറ്റ് ദെയർ ബി ലൈറ്റ് ആൻഡ് ദെയർ വാസ് ലൈറ്റ്. അവിടെ വെളിച്ചം വന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അത് ഇല്ലാത്തതൊന്നും സൃഷ്ടിച്ചതല്ല, ഉള്ളതിനെ പൊസിഷൻ ചെയ്തതാണ്. അതാണ്. പക്ഷേ അതിൻ്റെ ഞാൻ രണ്ടാമത് പറഞ്ഞ 4-ാം ദിവസത്തെ സൃഷ്ടിയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇങ്ങനെയാണ്, ഗാഡ് മെയ്ഡ് 2 ലൈറ്റ്സ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം അവിടെ വെളിച്ചത്തെ ഉണ്ടാക്കി. ഇതിന് രണ്ടിനും വെളിച്ചത്തെ ഉണ്ടാക്കി എന്ന് തന്നെയാണ് മലയാള പരിഭാഷയിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വ്യത്യാസം ഉണ്ടാവും. ഗോഡ് മെയ്ഡ് 2 ലൈറ്റ്സ്. അതാണ് ഒരെണ്ണം വലിയ ലൈറ്റ്, സൂര്യൻ. അത് സൃഷ്ടിയാണ്, അത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യത്തിൽ കാണുന്നത് സൃഷ്ടിച്ചെടുത്ത വെളിച്ചമല്ല, പൊസിഷൻ ചെയ്യുന്ന വെളിച്ചമാണ്. എന്നാൽ അതിൻ്റെ 14 മുതൽ 19 വരെയുള്ള വാക്യത്തിൽ 4-ാം ദിവസത്തെ സൃഷ്ടിയിൽ കാണുന്നത് സൃഷ്ടിച്ച വെളിച്ചമാണ്. നിങ്ങൾ ചിന്തിക്കും, അച്ഛൻ എന്തിനാണ് ഈ ക്രിസ്മസിൻ്റെ ദിവസം ഇങ്ങനെ ഉൽപ്പത്തിയിലെ ഈ വെളിച്ചത്തിൻ്റെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്? അതിന് വലിയൊരു കാരണമുണ്ട്. അതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആ കാരണം മനസ്സിലാവും. പ്രിയപ്പെട്ടവർ, ഇവിടെയാണ് ഒരു ചോദ്യം ഉയരുന്നത്. ആരാണ് അങ്ങനെയെങ്കിൽ ഈ 1-ാം ദിവസത്തെ വെളിച്ചം? ഈ 1-ാം ദിവസത്തെ വെളിച്ചം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? സൂര്യനും ചന്ദ്രനും നക്ഷത്രവും അല്ല. പിന്നെ എന്തിനാണ് ഈ വെളിച്ചം എന്ന് ഉദ്ദേശിക്കുന്നത്? അതറിയണമെങ്കിൽ നാം യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിലേക്ക് യാത്ര ചെയ്യണം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ഇങ്ങനെ കാണാം. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്നു പേർ. അവൻ സാക്ഷ്യത്തിനായി, കേട്ടോളണം, താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ വന്നു. അപ്പോൾ യോഹന്നാൻ വന്നത് എന്തിനു വേണ്ടിയാണ്? വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ യോഹന്നാൻ വന്നു. എന്നിട്ടോ അവൻ വെളിച്ചമായിരുന്നില്ല. ആര്? യോഹന്നാൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടുന്നവനായിരുന്നു. യെസ്, ഈ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. യോഹന്നാൻ സ്നാപകൻ വെളിച്ചത്തിന് സാക്ഷ്യം പറയാനായിട്ട് വന്നവനാണ്, വെളിച്ചമായിരുന്നില്ല. ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്കറിയാം, യോഹന്നാൻ സ്നാപകൻ ആർക്ക് സാക്ഷ്യം പറയാനാണ്, ആരെ സാക്ഷ്യപ്പെടുത്താനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്? ആരെ സാക്ഷ്യപ്പെടുത്തുന്ന ദൗത്യമാണ് യോഹന്നാൻ സ്നാപകൻ ചെയ്തുകൊണ്ടിരുന്നത്? നമുക്കറിയാം. ആരെ സാക്ഷ്യപ്പെടുത്താനാണോ യോഹന്നാൻ സ്നാപകൻ ഒരു പ്രവൃത്തി ചെയ്തത്, ആ വ്യക്തിയെ വെളിച്ചം എന്ന പദം കൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അഭിസംബോധന ചെയ്യുന്നത്. വീണ്ടും നമുക്ക് താഴേക്ക് വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു, അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, ലോകമോ അവനെ അറിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. ആരാണ് ഈ വെളിച്ചം? ഇപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. ആരാണ് ഈ വെളിച്ചം? ഈ വെളിച്ചം യേശു ക്രിസ്തുവാണ്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം, യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ ഒരു പ്രധാന പ്രത്യേകത, പ്രത്യേകിച്ച് 1-ാം അധ്യായത്തിൻ്റെ പ്രത്യേകത എന്നത് ഉൽപ്പത്തി പുസ്തകവുമായിട്ട് ഉള്ള വളരെ ഒരു സമാനതയിലാണ് ഈ 1-ാം അധ്യായം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ്, പ്രപഞ്ച സൃഷ്ടിയുടെ
ആദ്യത്തിൽ കാണുന്ന പൊസിഷനിങ് ചെയ്യുന്ന വെളിച്ചം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ആ യേശു ക്രിസ്തുവാണ് ഭൂമിയിലേക്ക് മനുഷ്യനായി പിറന്ന് വീണത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് സുപ്രധാനമായ ഒരു വെളിച്ചമായി നമ്മുടെ ഹൃദയത്തിൽ രൂപപ്പെടേണ്ട വസ്തുതയാണ്. ആ യേശു ക്രിസ്തുവാണ് നമ്മുടെ ഹൃദയത്തിൽ വെളിച്ചമായിട്ട് രൂപപ്പെടേണ്ടത്. അപ്പോൾ ക്രിസ്തു ആകുന്ന വെളിച്ചമാണ് നമ്മുടെ ഹൃദയത്തിൽ വരേണ്ടത് എന്നുള്ള സന്ദേശമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. അപ്പോൾ ക്രിസ്തുമസിൻ്റെ അനുഭവം എന്ന് പറയുന്നത് വെളിച്ചത്തിൻ്റെ പ്രവേശനമാണ്. അത് നമ്മൾ തിരിച്ചറിയണം. വെളിച്ചത്തിൻ്റെ പ്രവേശനം എന്ന് പറയുന്നത് സൂര്യ ചന്ദ്ര നക്ഷത്രാദികളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ടോ ഒക്കെ, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന വെളിച്ചത്തിൻ്റെ പ്രവേശനമല്ല. യേശു ക്രിസ്തുവാകുന്ന വെളിച്ചം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന അനുഭവമാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുമസിൻ്റെ അനുഭവം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ തന്നെ 12-ാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു അസന്നിഗ്ധമായി പറയുകയാണ്. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. അപ്പോൾ യേശു ഇവിടെ അസന്നിഗ്ധമായി പറയുകയാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൻ്റെ വെളിച്ചമായി ക്രിസ്തു മാറുന്ന അനുഭവമാണ് ഈ ഉൽപ്പത്തി 1:3 നമ്മൾ കണ്ടത്. ലെറ്റ് ദേർ ബി ലൈറ്റ്. അങ്ങനെയാണ് ലോകത്തിൻ്റെ വെളിച്ചമായി ക്രിസ്തു വന്നു. ഇനി ഉൽപ്പത്തി 1 ലെറ്റ് ദേർ ബി ലൈറ്റ് എന്ന് പറഞ്ഞ് വെളിച്ചം ഭൂമിയിലേക്ക് ശ്രദ്ധ പതിപ്പിച്ചു എങ്കിൽ ക്രിസ്മസിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ വെളിച്ചം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു എന്നുള്ളതാണ്. ഈ വെളിച്ചത്തിൻ്റെ ഒരു ജഡാവതാരമായിട്ടത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ആകയാൽ ക്രിസ്തുമസിൽ ഒരു വ്യക്തിക്ക് വെളിവുണ്ടാവുകയാണ് വേണ്ടത്. ക്രിസ്മസിൽ ഒരു വ്യക്തിക്ക് വെളിച്ചമുണ്ടാവുകയാണ് വേണ്ടത്. ഞാനതിനെ കുറച്ച് നാടൻ ഭാഷയിൽ പറഞ്ഞതാണ്. ക്രിസ്തുമസ് ഒരു വ്യക്തിക്ക് വെളിവുണ്ടാക്കേണ്ട അനുഭവമാണ്. ഇന്ന് ക്രിസ്മസ് ഉള്ള വെളിവ് പോകുന്ന അനുഭവമായിട്ടാണ് ആളുകൾ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്മസിൻ്റെ അന്ന് വൈകിട്ട് എല്ലാവരുടെയും വെളിവ് പോവുകയാണ്. പക്ഷേ വചനം പറയുന്നത് ക്രിസ്മസ് നിനക്ക് വെളിവുണ്ടാകേണ്ട ദിവസമാണ്, നിനക്ക് വെളിപ്പാടുണ്ടാകേണ്ട ദിവസമാണ്, നിനക്ക് റെവലേഷൻസ് ഉണ്ടാകേണ്ട ദിവസമാണ്. ക്രിസ്തുവിൻ്റെ പിറവി നിന്റെ ഹൃദയത്തിൽ വെളിച്ചം പകരേണ്ട ദിവസമാണ്. അങ്ങനെ വെളിച്ചമാകുന്ന ക്രിസ്തു നിന്റെ ഉള്ളിൽ വന്ന് നീ ജീവന്റെ വെളിച്ചമുള്ളവനായി പരിണമിക്കേണ്ട ദിവസമാണ് ക്രിസ്മസിൻ്റെ ദിവസമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, വീണ്ടും ആദ്യം വായിച്ച യോഹന്നാൻ 8:12 ഇങ്ങനെയാണ് ക്രിസ്തു പറഞ്ഞു വയ്ക്കുന്നത്, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇവിടെ വെളിച്ചത്തിനൊരു വിശേഷണം കൂടെ ക്രിസ്തു കൂട്ടിച്ചേർക്കുന്നു. ജീവന്റെ വെളിച്ചം, അങ്ങനെ ഒരു വിശേഷണം ചേർത്താണ് ഇവിടെ ക്രിസ്തു വെളിച്ചത്തെ അഭിസംബോധന ചെയ്യുന്നത്. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാണ്. ഈ വാക്ക് തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ ആദ്യ വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ജീവൻ മനുഷ്യരുടെ വെളിച്ചമാകുന്നു. ഞാൻ ആദ്യം വായിച്ചതാണ് ആ വാക്യം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ വെളിച്ചത്തിന്, ഈ ക്രിസ്തുവാകുന്ന വെളിച്ചത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഇവിടെ പറയുന്നത് ഇത് ജീവനുള്ള വെളിച്ചമാണെന്നുള്ളതാണ്. ആ വെളിച്ചത്തിന് ജീവൻ വമിപ്പിക്കാനുള്ള, അതായത് അത് ദൈവീക ജീവൻ്റെ ഒരു വാഹനമായിട്ടാണ് ഈ വെളിച്ചം നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നത്. ഈ ജീവൻ എന്ന് പറയുന്നത് എന്താണ്? ദൈവീക ജീവനാണ്. ആ ദൈവീക ജീവൻ്റെ വാഹനമായി വെളിച്ചം നമ്മുടെ ഹൃദയത്തിൽ വന്ന് വസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ക്രിസ്മസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ജീവന്റെ വെളിച്ചം നമ്മുടെ ഹൃദയത്തിൽ സൃഷ്ടിക്കുന്ന അനുഭവമായിരിക്കണം. ഈ വെളിച്ചം എന്നതിന് പാരലായിട്ട് സൂര്യചന്ദ്ര നക്ഷത്രാദികളുടെ വെളിച്ചം നിലനിൽക്കുന്നത് പോലെ തന്നെ ജീവൻ എന്നുള്ളതിന് പാരലായിട്ട്
ഒരു മനുഷ്യൻ്റെ മാനുഷികമായ ജഡത്തിൻ്റെ ജീവനും ഉണ്ട്. നമുക്കറിയാം നമ്മൾ ഇപ്പോൾ എല്ലാ ആൾക്കാരും ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് ജീവനുണ്ട്, നിങ്ങളിത് കേൾക്കുന്ന നിങ്ങൾക്കും ജീവനുണ്ട്, ജീവനില്ലെങ്കിൽ കേൾക്കുകയില്ല. പക്ഷെ നമ്മളിപ്പോഴും ഈ വെളിച്ചം, ജീവൻ തുടങ്ങിയ പദങ്ങൾ അതിൻ്റെ ജഡത്തിൻ്റെ തലത്തിൽ മാത്രമേ എടുക്കുന്നുള്ളൂ. അതിൻ്റെ ഒരു ദൈവികമായ സ്വഭാവമായിട്ട് നമ്മളതിനെ മനസ്സിലാക്കുന്നില്ല. അതിൻ്റെ ഒരു ദൈവികമായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പം ജീവൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ പറയുന്നത് എന്നെ അനുഗമിക്കുന്നവൻ ജീവൻ്റെ വെളിച്ചമുള്ളവനാവുന്നു. ജീവൻ ഉണ്ടാവുക എന്ന് പറയുന്നത് എന്താണ്? ഇത് കേൾക്കുമ്പോൾ നമ്മളാരും ചിന്തിക്കുന്നില്ല, ഓ എനിക്ക് ഒന്ന് ജീവൻ ഉണ്ടായാൽ കൊള്ളാമെന്നൊന്നും ആരും ചിന്തിക്കുന്നില്ല. കാരണം എന്താ? എനിക്ക് ഓൾറെഡി ജീവൻ ഉണ്ടല്ലോ, പിന്നെ എന്നതിനാ ഇനി പുതിയൊരു ജീവൻ ഉണ്ടാകുന്നതെന്നാണ് നമ്മൾ ചിന്തിക്കുക. പ്രിയപ്പെട്ടവരെ, അത് മനസ്സിലാക്കേണ്ടത്, ഞാൻ ജീവനുള്ളവനാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവികമായ ജീവൻ ഹൃദയത്തിൽ വഹിക്കുന്നവനായി മാറുക. ശ്വാസമുണ്ടാവുക എന്നുള്ള അർത്ഥത്തിലല്ല, ദൈവിക ജീവൻ ഉള്ളിൽ വഹിക്കുന്നവനായി മാറുന്ന ഒരു അനുഭവമാണ് ഞാൻ ജീവനുള്ളവനായി മാറുക എന്നുള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ വചനം ഉദ്ദേശിക്കുന്നത്. അത് സംഭവിക്കണമെങ്കിൽ ഒരു കണ്ടീഷൻ ഇവിടെ പറയുന്നുണ്ട്. വെളിച്ചമാകുന്ന ക്രിസ്തു നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നാം ജീവനുള്ളവനായി മാറണമെങ്കിൽ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. അതിങ്ങനെയാണ് പറയുന്നത്. യോഹന്നാൻ 8:12 ആദ്യം വായിച്ച വചനം ഇങ്ങനെയാണ് പറയുന്നത്: എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് നാം തിരിച്ചറിയേണ്ടത്, നമുക്ക് വെളിച്ചം, ജീവന്റെ വെളിച്ചം നമുക്ക് ലഭിക്കണമെങ്കിൽ നാം ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായിരിക്കണം. അനുഗമനമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ജീവന്റെ വെളിച്ചമുള്ള അനുഭവം ഉണ്ടാവുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ യേശുവിനെ അനുഗമിക്കുന്ന വ്യക്തിയാണോ? അതാണ് അടുത്ത പ്രോബ്ലം. ഇന്ന് ഈ ക്രിസ്മസ് ദിനത്തിൽ നാം പരിശോധിക്കേണ്ടത്, നമ്മെക്കുറിച്ച് തന്നെ നാം മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്, ഞാൻ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാൻ അനുഗമിക്കുന്നുണ്ടോ? എന്താ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ, എല്ലാവരും ഒറ്റ വാക്കിൽ പ്രഥമ ദൃഷ്ടിയാ കേൾക്കുമ്പോൾ പറയും, ഞാൻ അനുഗമിക്കുന്നുണ്ട്, ഓക്കെ, ഞാൻ കർത്താവിനെ ഫോളോ ചെയ്യുന്ന ആളാണ്, ഞാൻ കർത്താവിൻ്റെ പുറകെ ഉണ്ട്. എല്ലാ ക്രിസ്ത്യാനിയും പറയുന്ന ആളാണ്, ഞാൻ യേശു ക്രിസ്തുവിനെയാണ് ഫോളോ ചെയ്യുന്നതെന്ന്. പക്ഷേ അനുഗമനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ പുറകെ, അല്ലെങ്കിൽ യേശു എന്ന പേര് വിളിച്ചിട്ട് അതിൻ്റെ പുറകെ ഇങ്ങനെ വെറുതെ നടക്കുന്നതൊന്നുമല്ല. അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ അത് ക്രിസ്ത്യൻ ഡിസൈപ്പിൾഷിപ്പിനെയാണ് ഉദ്ദേശിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തിൽ ജീവിക്കുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത്. ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ ഒരുപാട് വചനങ്ങളുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതൊരു വലിയ മേഖല തന്നെയാണ്. യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാകണമെങ്കിൽ, യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനാണ് ഞാനെങ്കിൽ, എൻ്റെ ലൈഫ് എന്നത് കർത്താവിനെ അനുസരിക്കുന്ന ജീവിതമായിരിക്കും. യേശുക്രിസ്തുവിൻ്റെ സകല കൽപ്പനകളും ക്രിസ്തുവുമായിട്ടുള്ള തീവ്രമായ സ്നേഹബന്ധത്തിൽ അനുസരിക്കുന്ന വ്യക്തിയായിരിക്കും ഞാനും നിങ്ങളും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അനുഭവമാണ് വാസ്തവത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ദിവസങ്ങളിൽ ക്രിസ്മസിൻ്റേതായിട്ടുള്ള ആ ഒരു ആഘോഷങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം വെളിച്ചമാകുന്ന ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ജീവനായി വന്ന് വസിക്കുന്നതിൻ്റെ അന്വേഷണം ഉണ്ടാകണം. അതുപോലെ തന്നെ ഈ വെളിച്ചമാകുന്ന ക്രിസ്തു എൻ്റെ ഉള്ളിൽ വസിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് പ്രകാശമായി പകരപ്പെടുന്ന ഒരു അനുഭവത്തിന് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കണം. ക്രിസ്തുവിനെ അനുഗമിച്ചുകൊണ്ട് വെളിച്ചത്തിൻ്റെ വാഹകനായി മാറണം. ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ നിലപാടുകൾ, അതായത് ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും സ്നേഹിച്ച് കർത്താവിൻ്റെ കൽപ്പനകളെല്ലാം അനുസരിച്ച് പാപത്തെ വെറുത്ത് ലോകത്തെ വെറുത്ത് യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയിൽ മാത്രമാണ് വെളിച്ചത്തിൻ്റെ, ജീവൻ്റെ വെളിച്ചത്തിൻ്റെ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ എന്ന് തന്നെയാണ് ഈ ക്രിസ്മസ് ദിനങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് വചനം നൽകുന്ന സന്ദേശം.
നമ്മുടെ ഹൃദയം തുറക്കട്ടെ പ്രിയപ്പെട്ടവരെ. വെളിച്ചത്തിനായി നമ്മുടെ ഹൃദയം തുറക്കട്ടെ. വെളിച്ചത്തെ സ്വീകരിപ്പാൻ നമ്മുടെ ഹൃദയം തുറക്കട്ടെ. അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിൻ്റെ ജീവിതാനുഭവങ്ങളിൽ ക്രിസ്തുവാകുന്ന വെളിച്ചത്തെ ഉള്ളിൽ വഹിക്കുന്നവനായി ജീവിച്ചാൽ നമ്മുടെ ജീവിതം പുതിയ കാഴ്ചപ്പാടുകളിലേക്കും പുതിയ മനോഭാവങ്ങളിലേക്കും മാറുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ വെളിച്ചത്തിൻ്റെ വാഹകരാക്കി, ക്രിസ്തുവാകുന്ന യേശുവാകുന്ന വെളിച്ചത്തെ വഹിക്കുന്നവരാക്കി നമ്മളെ മാറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വചന ശുശ്രൂഷ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമ്മുടെ കർത്താവിൻ്റെ ജനന പെരുന്നാളിൻ്റെ എല്ലാ ആശംസകളും ഒരിക്കൽ കൂടെ നേരുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ തമ്പുരാനെ, ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം. വെളിച്ചമായി അവിടുന്ന് ഞങ്ങളുടെ ഉള്ളിൽ വസിക്കണമേ. വെളിച്ചം ഉള്ളിൽ വഹിക്കുന്നവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ക്രിസ്തു ഉള്ളിൽ പിറക്കുക എന്ന് പറഞ്ഞാൽ വെളിച്ചം ഉള്ളിൽ വസിക്കുക എന്ന അനുഭവമാണ് എന്നു വചനത്തിലൂടെ ഞങ്ങൾ തിരിച്ചറിഞ്ഞു. തമ്പുരാനെ, വെളിച്ചത്തിൻ്റെ വാഹകരായി, ജീവൻ്റെ വെളിച്ചമുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളുടെ ഉള്ളങ്ങളെ സഹായിക്കണമേ. വിശുദ്ധമാതാവേ, സകല വിശുദ്ധരെ പിതാക്കന്മാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ആമേൻ.